RSS നേതാവ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളായ 10 SDPI പ്രവർത്തകർക്ക് ജാമ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ജാമ്യം നൽകിയത്. വിവരങ്ങൾ ലിഡിയ ജേക്കബ് നൽകും. ലിഡിയ, എന്താണ് സംഭവം? BJP നേതാവായിരുന്ന പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ഹൈക്കോടതി 10 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ UAPA കേസിൽ ചുമത്തപ്പെട്ട കേസിലാണ് SDPI പ്രവർത്തകരായ ഷഫീഖ്, നാസർ, H. ജംഷീർ, അഷ്റഫ് മൗലവി, സിറാജുദ്ദീൻ, അബ്ദുൽ ബാസിദ്, അഷ്റഫ്, മുഹമ്മദ് ഷഫീഖ്, ജാഫർ എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. A. രാജാ വിജയരാഘവൻ, PV ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഇപ്പോൾ ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 17 പേർക്ക് കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നതാണ്. ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ മുൻപ് NIA കോടതി തള്ളിയത് കൂടിയായിരുന്നു. തുടർന്നാണ് ഈ 10 പ്രതികളും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതേ കേസിൽ തന്നെ മുൻപ് 17 പേർക്കും 2-3 മാസങ്ങൾക്ക് മുൻപ് 17 പേർക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഈ ജാമ്യം നൽകിയതിനെതിരെ മുൻപ് 17 പേർക്ക് ജാമ്യം നൽകിയതിനെതിരെ NIA നൽകിയ അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 10 പേർക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2022 ഏപ്രിൽ 16-നാണ് RSS BJP നേതാവായിരുന്ന ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. SDPI നേതാവായിരുന്ന സുബൈറിനെ RSS പ്രവർത്തകർ കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഒരു പ്രതികാര നടപടി എന്നോണം ശ്രീനിവാസനെ കൊലപ്പെടുത്തി എന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ NIA കേസ് ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. അതിലാണ് ഇപ്പോൾ 10 പേർക്ക് വീണ്ടും 10 പേർക്ക് ജാമ്യം അനുവദിക്കുന്നത്.